നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രയാൻ പുതിയ കാഴ്ചപ്പാടുകൾക്ക് വഴിവെക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പ്രോജക്ടുകൾ തയ്യാറാക്കി വരികയാണ് സർക്കാർ എന്നും മന്ത്രി. ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. നിർവീര്യ പ്രവർത്തനത്തിന് കാരണം ബാരലുകളുടെ സുരക്ഷാ കാലാവധി കഴിഞ്ഞത്. ചീമേനി പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക ജാനകിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അരുൺ അറസ്റ്റിൽ. ഇതോടെ ജാനകി വധവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. കേരള സംസ്കൃത ഫെഡറേഷൻ 40ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മത്സരാധിഷ്ഠിത സമൂഹത്തിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗരൂകരാകാൻ ആവശ്യപ്പെട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. ജില്ലയിൽ 4 ദിവസം പര്യടനം നടത്തുന്ന കലാജാഥ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിമിതികൾ പരിഹരിക്കാനും കോളേജിന് ആവശ്യമായ കാര്യങ്ങൾ ലഭ്യമാക്കാനും സാധിക്കുമെന്നും ശാസ്ത്രയാൻ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാഴ്ചപ്പാടുകൾക്ക് വഴിവെക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പ്രോജക്ടുകൾ തയ്യാറാക്കി വരികയാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ശാസ്ത്രയാൻ 2018 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിപുലീകരണത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ 2018. റൂസ സംസ്ഥാന തലത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ കോളേജുകളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാൻ ശാസ്ത്രയാൻ 2018 തുടക്കമിട്ടത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിപാടി നെല്ലിക്കുന്ന് MLAയുടെ അധ്യക്ഷതയിൽ റവന്യൂ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തും അക്കാദമിക് തലത്തിലും വേണ്ടുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രൈമറി തലത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാ പരിജ്ഞാനം ഉൾപ്പെടെയുള്ളത് പ്രാഥമിക ക്ലാസുകളിൽ നിന്ന് തന്നെ ആരംഭിക്കാനുള്ള സംവിധാനം, കോളേജുകളുടെ കാര്യത്തിൽ തന്നെ ഏറ്റവും വലിയ ഉയർച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്താൻ വേണ്ടിയുള്ള മാറ്റങ്ങൾക്കുൾപ്പെടെ സർക്കാർ സാമ്പത്തിക സഹായം ചെയ്യാൻ സന്നദ്ധമായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായവുമെല്ലാം ഒരുമിച്ച് ലഭ്യമാക്കുന്ന മുറക്ക് നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പരിമിതികൾ പരിഹരിക്കാൻ, കോളേജിന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിപ്പിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് എല്ലാ കോഴ്സുകളുടെ കാര്യത്തിലും ആവശ്യമായ രീതിയിൽ പുതിയ കോഴ്സുകൾ ഉൾപ്പെടെ ആരംഭിക്കാനുമുള്ള സംവിധാനം നമ്മുടെ കോളേജിൽ ഉണ്ടാക്കുകയും അതിനെ ഗവൺമെൻറ് തലത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ സാധ്യതക്കനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താനും ഈ 60 ആണ്ട് പിന്നിടുന്ന ഈ കോളേജിന് വേണ്ടി ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള ശ്രമം കൂടി നടത്തും. പരിപാടിയിൽ കൊമേഴ്സ്, ഫിസിക്സ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ വൈവിധ്യമാർന്ന പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയത് ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു. കലക്ടർ കെ ജീവൻ ബാബു, ബി ഫാത്തിമ ഇബ്രാഹിം, പ്രൊഫസർ MC രാജു, സവിത തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ബാരലുകളിലെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡിലേക്ക് അയച്ചു. ജില്ലയിലെ ജനജീവിതവും സ്വപ്നങ്ങളും തകർത്ത എൻഡോസൾഫാൻ വിഷവാതകം ഇപ്പോഴും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണുകളിലുണ്ട്. 2012 ഇവ സുരക്ഷിതമായ ബാരലുകളിലേക്ക് മാറ്റിയത്. ബാരലിന്റെ സുരക്ഷാ കാലാവധി കഴിഞ്ഞതോടെയാണ് എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ തീരുമാനിച്ചത്. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡ് കമ്പനിക്കാണ് ചുമതല. ഇതിനായി ബാരലുകളിലെ സാമ്പിളുകളുടെ പരിശോധനയ്ക്ക് തുടക്കമായി. എൻഡോസൾഫാനകത്ത് എത്രമാത്രം കണ്ടന്റ് ഉണ്ട്, അല്ല അതിന്റെ വീര്യം എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാമ്പിൾ എടുക്കുക മാത്രമാണ് ഇന്നത്തെ പരിപാടി. 3 സ്റ്റേറ്റിൽ ഇപ്പോൾ ഞങ്ങൾ സാമ്പിൾ എടുക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ലാബുകളിൽ അയച്ച് അനാലിസിസ് നടത്തിയിട്ട് ഈ നിർവീര്യമാക്കാനുള്ള പ്രോസസ്സിലേക്ക് ഞങ്ങൾ പോകും. പരിശോധനാ റിപ്പോർട്ട് കിട്ടാൻ 3 മാസമാണ് കാലാവധി. ഇതിനുശേഷമാണ് നിർവീര്യമാക്കാൻ തുടങ്ങുക. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാണ് ബാരൽ തുറന്ന് സാമ്പിൾ ശേഖരിച്ചത്. അടിയന്തര സഹായത്തിനായി ഫയർഫോഴ്സും എത്തിയിരുന്നു. നിരവധി കുടുംബങ്ങളുടെ കണ്ണീരിനിടയാക്കിയ എൻഡോസൾഫാൻ എന്ന വിഷവാതകം സൂക്ഷിച്ച ബാരലിന്റെ കാലാവധി കഴിഞ്ഞതാണ് നിർവീര്യമാക്കാൻ കാരണം. ന്യൂസ് ഡെസ്ക് KCN.
ചീമേനി പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക ജാനകിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അരുൺ അറസ്റ്റിൽ. കോഴിക്കോട് വിമാനത്താവളത്തിൽ CI CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രവാസി കമ്മീഷൻ അംഗം സുബൈറാണ് പ്രതിയെ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിച്ച് പോലീസിന് കൈമാറിയത്. ഇതോടെ ജാനകി വധവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. ചീമേനി പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക ജാനകിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അരുണിനെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച് CI CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പ്രവാസികളുടെ കൂട്ടായ്മ അരുണിനെ കണ്ടെത്തി നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പ്രവാസി കമ്മീഷൻ അംഗം സുബൈർ കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളം വരെ എത്തി പ്രതിയെ പോലീസിന് കൈമാറി. ഇതോടെ ജാനകി കൊലക്കേസിലെ 3 പ്രതികളും പിടിയിലായി. കേസിലെ മറ്റു 2 പ്രതികളായ പുലിയന്നൂർ ചീർക്കുളം പുതിയ വീട്ടിൽ വിശാഖ്, റനീഷ് എന്നിവരെ ഹൊസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇരുവരെയും കൊണ്ട് ജില്ലാ പോലീസ് മേധാവി KG സൈമണിന്റെ നേതൃത്വത്തിൽ പോലീസ് ജാനകിയുടെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച 3 കത്തികളും കാര്യങ്കോട് പുഴയിൽ എറിഞ്ഞതായി പ്രതികൾ മൊഴി നൽകി. കത്തി കണ്ടെത്തുക എളുപ്പമല്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും ഇതിനുവേണ്ട ശ്രമങ്ങൾ നടത്തിവരുന്നു. വീട്ടിൽ നിന്ന് കവർന്ന 18 പവൻ സ്വർണ്ണാഭരണവും കണ്ണൂരിലെയും മംഗലാപുരത്തെയും ജ്വല്ലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. മത്സരാധിഷ്ഠിത സമൂഹത്തിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തണമെന്നും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ സഹകരണവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ. കേരള സംസ്കൃത ഫെഡറേഷൻ 40ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രാതിനിധ്യമുള്ള സംഘടനകളുടെയും ബഹുജനങ്ങളുടെയും പിന്തുണയോടെ സംയുക്ത അധ്യാപകരുടെ പ്രശ്ന പരിഹാരത്തിനായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ഭാഷാധ്യാപക സംഘടനയാണ് സംസ്കൃത അധ്യാപക ഫെഡറേഷൻ. സംഘടനയുടെ 40ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വിദ്യാഭ്യാസ സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഏത് സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ നടക്കുന്ന ഏത് മത്സരത്തിന്റെ വേദികളിലും നമ്മുടെ മത്സരാധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കണം നമ്മുടെ കുട്ടികൾ എന്നതാണ്. ഭാഷാ പഠനത്തിന്റെ കാര്യത്തിലായാലും മറ്റേത് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമായാലും സാങ്കേതിക ശാസ്ത്ര രംഗങ്ങളിലെ വിഷയങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം വലിയ മത്സരങ്ങൾ നടക്കുകയാണ് സമൂഹത്തിൽ. ആ മത്സരിച്ച് തങ്ങളുടേതായ യോഗ്യത തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ട സന്ദർഭത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള കുട്ടികൾക്ക് പഠന സൗകര്യം വേണ്ടത്ര ഇല്ലാതിരിക്കുകയോ പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളോ അധ്യാപകരുടെയോ കുറവുണ്ടാവുകയോ ക്ലാസ് മുറികളുടെ കുറവുണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും വലിയ ഗൗരവമുള്ള വിഷയമായി കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് നേടിയ നേട്ടങ്ങളെല്ലാം നിലനിർത്തി പുതിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായി മുന്നോട്ട്. MLA NA നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ഗവൺമെന്റ് സെക്രട്ടറി VV ഭട്ട് IAS മുഖ്യാതിഥിയായി. ലോഗോ തയ്യാറാക്കിയ ശിവപ്രസാദിനെ അനുമോദിച്ചു. സമ്മേളനത്തിൽ 2018-19 വർഷത്തെ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. P. പത്മനാഭനെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി P. രമേശ് നമ്പീശൻ, MT ഷിജു, KV രതീഷ് എന്നിവരെയും തിരഞ്ഞെടുത്തു. PG അജിത് പ്രസാദ് ജനറൽ സെക്രട്ടറിയും സെക്രട്ടറിമാരായി K. സുനിൽകുമാറിനെയും CB വിനായകിനെയും T. അജയ്കുമാറിനെയും തിരഞ്ഞെടുത്തു. KK ഗിരീഷ് ട്രഷററായി. ദേവരാജൻ, N. കൃഷ്ണശർമ്മ, രമേശ്, PP രാജേഷ്, തനുജ എന്നിവരാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക് KCN. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗരൂകരാകാൻ ആവശ്യപ്പെട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ സന്ദേശയാത്ര കാസർഗോഡ് ജനറൽ ആശുപത്രി പരിസരത്തു നിന്നും പ്രയാണം ആരംഭിച്ചു. പ്രതിദിനം പ്രതിരോധം നവകേരള സൃഷ്ടിക്ക് എന്ന മുദ്രാവാക്യവുമായി ജില്ലയിൽ 4 ദിവസം പര്യടനം നടത്തുന്ന കലാജാഥ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗരൂകരാകാൻ ആവശ്യപ്പെട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ സന്ദേശയാത്രയ്ക്കാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി പരിസരത്തു നിന്നും തുടക്കമായത്. പ്രതിദിനം പ്രതിരോധം നവകേരള സൃഷ്ടിക്ക് എന്ന മുദ്രാവാക്യവുമായി ജില്ലയിൽ 4 ദിവസം പര്യടനം നടത്തുന്ന കലാജാഥ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എന്തൊക്കെ രോഗങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കേണ്ടി വന്നു. ആ രോഗങ്ങളൊക്കെ ദൈവം നമ്മളോടുള്ള വിരോധം കൊണ്ട് ദൈവം ഇങ്ങനെ ആകാശത്തിൽ ഇറക്കി വിട്ടതല്ല നമ്മൾ ആക്രമിക്കുവാൻ. ആ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ രോഗങ്ങൾ അത്രയും ഉണ്ടാക്കിയത് നമ്മളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ജാഗ്രത പാലിച്ചിരുന്നു എങ്കിൽ കഴിഞ്ഞ വർഷം അതുപോലെയുള്ള ദുരന്തം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല. ഇനി മഴ വരാൻ കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ജാഗ്രത പാലിക്കുകയാണെങ്കിൽ, വളരെ സൂക്ഷ്മത നമ്മൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെയുള്ള ദുരന്തത്തിൽ നിന്ന്
രക്ഷ നേടുവാൻ നമുക്ക് സാധിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർ AP ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK രാജാറാം, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ MP സുബ്രഹ്മണ്യൻ, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ B സുകുമാരൻ, മാസ് മീഡിയ ഓഫീസർ PS സുജ എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ E മോഹനൻ സ്വാഗതവും ജില്ലാ മലേറിയ ഓഫീസർ V സുരേഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. ചെമ്പരിക്ക ഖാസി CM ഉസ്താദിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 26-ന് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തും. CBI പുനരന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആക്ഷൻ കമ്മിറ്റി സമരം ശക്തമാക്കാൻ തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ പലതും പ്രകടമായി രംഗത്ത് വന്നെങ്കിലും അന്വേഷണം അതിനനുസരിച്ച് മുന്നോട്ടു പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൊട്ടേഷൻ സംഘങ്ങളെ ഏർപ്പാടാക്കിയ വിവരങ്ങൾ എനിക്ക് നേരിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറേ വിവരങ്ങൾ. പക്ഷേ ഇതൊക്കെ കോടതിയിലും CBIയുടെ മുമ്പിലുമൊക്കെ വ്യക്തമായി മൊഴിയായും രേഖയായുമൊക്കെ നൽകിയിട്ടും ഇനിയും CBIയുടെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ കാര്യക്ഷമമായ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ സങ്കടകരമായ കാര്യം. അപ്പോൾ അതിന് അനുസരിച്ച് നമ്മുടെ ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ജനകീയമായ ശക്തിയുണ്ട്, ജനങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഒറ്റക്കെട്ടാണ്, അവരൊക്കെ ആശങ്കാകുലരാണ്, ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ആകാംക്ഷയും ഉത്കണ്ഠയുമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മറ്റന്നാൾ 26-ാം തീയതി ഇവിടെ ഈ പരിപാടി നടക്കാൻ പോകുന്നത്. പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ ഉസ്താദ് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന 100 കണക്കിന് മഹല്ലുകളിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകർ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ സിദ്ദിഖ് നദ്വി ചേരൂർ, മുഹമ്മദ് ഷാഫി, അബ്ദുൽ ഖാദർ, അബ്ദുള്ള കുഞ്ഞി എന്നിവർ സംബന്ധിച്ചു. ആധുനിക യുഗത്തിൽ ജീവിക്കാൻ ഉതകുന്ന വിധം വിദ്യാർത്ഥികളെ മികവുറ്റതാക്കാൻ ORC സഹവാസ ക്യാമ്പ് സ്മാർട്ട് 40ക്ക് തുടക്കമായി. GVHSS ഫോർ ഗേൾസിൽ നടന്ന ക്യാമ്പ് നെല്ലിക്കുന്നമ്മിലെ ഉദ്ഘാടനം ചെയ്തു. 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 3 കോടി രൂപയാണ് സർക്കാർ നൽകുന്നത്. ഓരോ മണ്ഡലത്തിലെയും 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത്തോളം മൊഗ്രാപുത്തൂർ സ്കൂളിന് ഇപ്പോൾ 3 കോടി രൂപ അനുവദിച്ച് കിട്ടി, ചെറുക്കള സ്കൂളിന് 3 കോടി രൂപ അനുവദിച്ച് കിട്ടി. ഇനി 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ സ്കൂളുകൾക്കും ഈ 3 കോടി രൂപ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നമുക്ക് നടത്താവുന്നതാണ്. PTA പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു. ORC നോഡൽ ടീച്ചർ CV ശ്രീജ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. യുവ കവയത്രിയും ആശാൻ സ്മാരക പുരസ്കാര ജേതാവുമായ ഫാസില സലീം ചടങ്ങിൽ അതിഥിയായി. പരിപാടിയിൽ PV പ്രസീദ, അബ്ദുറഹീം, ഗോകുൽ കൃഷ്ണൻ, ഡോക്ടർ രാജാറാം, ഹാരിസ് ബെന്നു തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ഫെബ്രുവരി 25-ന് നടക്കുന്ന സമാപന സമ്മേളനം വാർഡ് കൗൺസിലർ അരുൺകുമാർ ഷെട്ടിയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് KCN. 8 സെന്റ് സ്ഥലത്ത് ഫലവൃക്ഷങ്ങളുടെയും വ്യത്യസ്ത ചെടികളുടെയും ശേഖരവുമായി നീലേശ്വരം തൈക്കടപ്പുറം സ്വദേശി. തൈക്കടപ്പുറത്തെ പള്ളിവളപ്പിൽ നാസറാണ് ആ കൃഷിക്കാരൻ. അദ്ദേഹത്തിന്റെ തൊടിയിലുള്ളത് അപൂർവ ഫലവൃക്ഷങ്ങൾ. ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ, പാകിസ്ഥാൻ ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിലെ ഫലവൃക്ഷങ്ങൾ യഥേഷ്ടം കാഴ്ച നിൽക്കുകയാണ് തൈക്കടപ്പുറത്തെ പള്ളിവളപ്പിൽ നാസറിന്റെ വീട്ടുവളപ്പിൽ. വ്യത്യസ്തവും അപൂർവവുമായ ഫലവൃക്ഷങ്ങൾ, ചെടികൾ എന്നിവയെല്ലാം കാഴ്ച നിൽക്കുന്നത് നാസറിൻ്റെ 8 സെന്റ് സ്ഥലത്താണ്. പാകിസ്ഥാനിൽ നിന്നുള്ള പേര, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്ലാവ്, തായ്ലൻഡിലെ ഓറഞ്ച്, മലേഷ്യയിലെ ചെറുനാരകം തുടങ്ങിയവയ്ക്കൊപ്പം ബറാബറ, കിൻഡൽ പേര, മിറാക്കിൾ ഫ്രൂട്ട്സ്, സ്റ്റാർ ഫ്രൂട്ട്, വിവിധതരം മാങ്ങകൾ, മൂസമ്പി, പിസ്ത എന്നിങ്ങനെ നീളുന്നു നാസറിൻ്റെ വീട്ടുവളപ്പിലെ പഴങ്ങളുടെ നിര. ഇത് ഓറഞ്ചുണ്ട്, ഓറഞ്ച് പിടിച്ചിരിക്കുന്നു, 1.5 വർഷം ഇപ്പം നട്ടിട്ട്. പിന്നെ മുസമ്പി, നല്ല മധുരമുള്ള മുസമ്പിയുണ്ട്, നമ്മളെ പീടിയിൽ നിന്ന് വാങ്ങുന്ന, ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ മധുരമുള്ള മുസമ്പി. പിന്നെ സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ ദുരിയാൻ, അതേപോലെ തന്നെ ലിച്ചി, പിസ്ത, റംബുട്ടാൻ, പിന്നെ ക്യാൻസറിൻ്റെതായ ചെടി കൃഷ്ണതരു, പിന്നെ 5 സൈസ് മാമ്പഴം, മൽഗോവ, കിളിച്ചുണ്ടൻ, പിന്നെ അതുപോലെ തന്നെ അൽഫോൺസ്, വെങ്ങരപ്പള്ളി, സോത്താപ്പൊരി, ഇങ്ങനെയുള്ള 5-6 സൈസ് മാമ്പഴം. പിന്നെ ഇപ്പോൾ മാങ്ങ പിടിച്ചത് തായ്ലൻഡ് മാങ്ങയാണത്. 1.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ഹരിതകമായി മാറി ഇവിടെ. പയ്യന്നൂരിൽ പഴക്കട നടത്തുന്ന ഇദ്ദേഹം വിവിധയിടങ്ങളിൽ നഴ്സറികളിൽ നിന്നാണ് തൈകൾ വാങ്ങിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഫലവൃക്ഷങ്ങൾ ഇനിയും വീട്ടുവളപ്പിൽ എത്തിക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം.
ചരിത്രപ്രസിദ്ധമായ ബങ്കറ മഞ്ചേശ്വരം മുഹീദ്ദീൻ ജുമാ മസ്ജിദ് മുസോടി അദീക മഖാം ഉറൂസിന് തുടക്കമായി. കഴിഞ്ഞ ദിവസം മഖാം സിയാറത്തോടെ ആരംഭിച്ച പരിപാടിയിൽ അത്താവുല്ല തങ്ങൾ ഉദയവാര പതാക ഉയർത്തി. തുടർന്ന് നടന്ന പരിപാടി MT അബ്ദുല്ല മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളവരാണ് മനുഷ്യർ. പൊതുവിൽ എല്ലാ മനുഷ്യനും ആ ശ്രേഷ്ഠത നിലനിർത്താൻ സാധിക്കണമെന്നില്ല. സുമർദ്ദന വസ്ഫല സാഫിരി എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ഉയരാൻ പറ്റുന്ന രീതിയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. പക്ഷേ അബ്ദുൽ ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. പള്ളി പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഹാജി, ഇസ്മായിൽ അസരി, ഇബ്രാഹിം മുസ്ലിയാർ, ഉമ്മർ അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. സുബൈർ അസരി മുഖ്യപ്രഭാഷണം നടത്തി. വരും ദിവസങ്ങളിൽ സിദ്ദിഖ് അസരി പയ്യന്നൂർ, അബു റബിഹ ബാഗവി, ജലീർ റൊമാനി, ബഷീർ ഫൈസി തുടങ്ങിയവർ മതപ്രഭാഷണം നടത്തും. മാർച്ച് 4 നടക്കുന്ന മഖാം ഉറൂസിനോടനുബന്ധിച്ച് 10 ദിവസം നടക്കുന്ന മതപ്രഭാഷണം മാർച്ച് 3 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സ്കൂൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ആയുർവേദവും. ഭാരതീയ ചികിത്സാ വകുപ്പ് ബാലമുകുളം എന്ന പേരിലാണ് ജില്ലയിലെ വിദ്യാലയങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. മരുന്നുകളോടൊപ്പം കൗൺസിലിംഗും പദ്ധതിയുടെ ഭാഗം. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യരക്ഷാ പദ്ധതി ബാലമുകുളത്തിൻ്റെ പ്രവർത്തനം പിലിക്കോട് AUP സ്കൂളിൽ പൂർത്തിയായി. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് സ്കൂളിൽ പദ്ധതിക്ക് തുടക്കമിട്ടത്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും ആരോഗ്യ പരിശോധനയും മരുന്ന് വിതരണവും പൂർത്തിയായി. പദ്ധതിയിലൂടെ വിദഗ്ധ ഡോക്ടർമാരാണ് കുട്ടികളെ പരിശോധിച്ചത്. ശാരീരിക ആരോഗ്യത്തോടൊപ്പം കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിരുന്നു. ഇതിനാവശ്യമായ കൗൺസിലിംഗും നിരന്തരം നടന്നു. വിദ്യാലയത്തിലെ 350ഓളം കുട്ടികൾക്ക് പദ്ധതി പ്രയോജനകരമായി. ആദ്യഘട്ടത്തിൽ കുട്ടികളുടെ രക്തപരിശോധനയാണ് നടന്നത്. വിളർച്ച, അലർജി, ചുമ, കഫക്കെട്ട്, വയറുവേദന എന്നിവയാണ് കുട്ടികളിൽ കണ്ടെത്തിയ രോഗങ്ങൾ. പദ്ധതിയുടെ അവസാന ഘട്ടത്തിലും രക്തപരിശോധന നടത്തി ചികിത്സയുടെ ഗുണഫലം കണ്ടെത്തുകയും ചെയ്തു. ആരോഗ്യകാര്യത്തിൽ വളരെ മെച്ചപ്പെട്ട ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമ്പ് തുടങ്ങിയ ആ അവസ്ഥയിൽ നിന്നും ക്യാമ്പ് അവസാനിക്കുന്ന ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയിലും അവരുടെ മാനസിക ആരോഗ്യസ്ഥിതിയിലും നല്ല മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിളർച്ച അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ ആ അസുഖത്തിൽ നിന്നും മാറി വരികയും ഭക്ഷണ കാര്യത്തിലൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ മരുന്നാണ് കുട്ടികൾക്ക് നൽകിയത്. കൃത്യമായ ആയുർവേദ ചികിത്സയിലൂടെ കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുത്താൻ ബാലമുകുളം പദ്ധതിക്ക് കഴിയുമെന്ന് പിലിക്കോട് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV ആശ അറിയിച്ചു. തുടർന്ന് നമുക്കിപ്പം ആശുപത്രിയിൽ തുടർന്നുള്ള സൗകര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കിയതുകൊണ്ട് ആയുർവേദത്തിൻ്റെ ഒരു പ്രസക്തി കുറച്ചുകൂടി കുട്ടികളുടെ ഇടയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിട്ടയായ ആഹാരശീലങ്ങളും ചികിത്സയും ലഭ്യമാക്കിയാൽ വരും തലമുറയെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാമെന്നും പദ്ധതി വിഭാവനം ചെയ്യുന്നു. പൊലിക 2018 കാർഷിക മേളയും ടെക്നോളജി മീറ്റും 24 മുതൽ 28 വരെ രാജപുരത്ത് നടക്കും. കൃഷിവകുപ്പ്, ആത്മ കാസർഗോഡ്, പനത്തടി സർവീസ് സഹകരണ ബാങ്ക്, ഉദയപുരം ഗ്രാമലക്ഷ്മി ഫാമേഴ്സ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് കാർഷിക മേള നടക്കുന്നത്. 24 മുതൽ 28 വരെ രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് കാർഷിക മേള സംഘടിപ്പിക്കുന്നത്. പൊലിക 2018 കാർഷിക മേളയുടെ ഭാഗമായി മാവുങ്കാലിൽ വിളംബര ജാഥ നടന്നു. തുടർന്ന് നടന്ന യോഗം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അന്നം കഴിക്കാതെ മലയാളി ഇല്ല എന്നത്. അന്നമാണ് നമ്മുടെ പ്രധാന ആഹാരം. ഒരു മാസം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഒരു ദിവസത്തെ ഒരു നേരത്തേക്ക് തികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുട്ടനാടും പാലക്കാടും ഒക്കെ കേരളത്തിലാണെന്ന് നെല്ലറകളുടെ നാടാണെന്നെല്ലാം പണ്ട് വിശേഷിപ്പിച്ചിരുന്നെങ്കിലും ഇന്നേ സംബന്ധിച്ചോളം ഇന്ന് ഒരു മാസം ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഒരു ദിവസത്തെ ഒരു നേരത്തേക്ക് തികയില്ല എന്നതാണ്. അതാണ് ഇന്ന് അത് ഈ സ്ഥിതിയിൽ മാറ്റം വരണം. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P രാജൻ അധ്യക്ഷനായി. ത്രേസ്യാമ്മ ജോസ്, PV തങ്കമണി, TK നാരായണൻ, KK വേണുഗോപാലൻ, V സുധാകരൻ, PM വിനോദ് കുമാർ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിമൽ ഘോഷ് എന്നിവർ സംസാരിച്ചു. കാർഷിക മേളയുടെ ഭാഗമായി കാർഷിക വിള പ്രദർശനങ്ങൾ, സെമിനാറുകൾ, നാടൻ കലാമേള, കാർഷിക വിപണന മേളകൾ തുടങ്ങിയവയും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പാലിയേറ്റീവ് നഴ്സുമാരുടെ വേതനം 18,000 രൂപയാക്കണമെന്ന ആവശ്യം കേരള പാലിയേറ്റീവ് നഴ്സസ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു.
പാലിയേറ്റീവ് നഴ്സുമാരുടെ മിനിമം വേതനം 18,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് കേരള പാലിയേറ്റീവ് നഴ്സസ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വിലക്കയറ്റം തടയാൻ നടപടി വേണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടിയോട് നമുക്ക് ഒരു വ്യക്തിപരമായ വിരോധമില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നല്ല മനുഷ്യനാണെന്ന് 1970 ഇന്ദിരാഗാന്ധി ഒട്ടും മോശമല്ല. പക്ഷേ ആ ഗവൺമെന്റ് നടപ്പാക്കുന്ന നയങ്ങൾ രാജ്യത്ത് പണിയെടുക്കുന്നതിന് താല്പര്യം സമ്മേളിക്കുന്ന നയമല്ല. ജില്ലാ പ്രസിഡന്റ് K. ഓമന അധ്യക്ഷയായി. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് VV പ്രസന്നകുമാരി, T. ഗീത, KV രാഘവൻ, V. പുഷ്പ, P. അനിത, PV പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി K. ഓമനയെയും സെക്രട്ടറിയായി P. പുഷ്പയെയും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രയാൻ പുതിയ കാഴ്ചപ്പാടുകൾക്ക് വഴിവെക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ. വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പ്രൊജക്ടുകൾ തയ്യാറാക്കി വരികയാണ് സർക്കാർ എന്നും മന്ത്രി. ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. നിർവീര്യ പ്രവർത്തനത്തിന് കാരണം ബാരലുകളുടെ സുരക്ഷാ കാലാവധി കഴിഞ്ഞത്. ചീമേനി പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക ജാനകിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അരുൺ അറസ്റ്റിൽ. ഇതോടെ ജാനകി വധവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. കേരള സംസ്കൃത ഫെഡറേഷൻ 40ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മത്സരാധിഷ്ഠിത സമൂഹത്തിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗരൂകരാകാൻ ആവശ്യപ്പെട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. ജില്ലയിൽ 4 ദിവസം പര്യടനം നടത്തുന്ന കലാജാഥ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.